നമസ്കാരം. ജിസ് ജോയ്, ബിജു മേനോൻ, ആസിഫ് അലി ടീമിന്റെ തലവൻ തിയേറ്ററിലീസായി വന്ന ഈ ചിത്രത്തെക്കുറിച്ചാണ് ഇന്ന് നമ്മൾ മൺസൂൺ മീഡിയയിൽ സംസാരിക്കുന്നത്. ഫീൽ ഗുഡ് സിനിമകളുടെ ട്രാക്കിൽ നിന്ന് മാറി ഒരു പോലീസ് ഇൻവെസ്റ്റിഗേഷൻ ചിത്രവുമായി ജിസ് ജോയ് വരുന്നു എന്നത് തന്നെയാണ് ചിത്രത്തിലേക്ക് ആകർഷിച്ച പ്രധാന കാര്യം എന്നുള്ളത്. സബ് ഇൻസ്പെക്ടർ കാർത്തിക് ജോലിയിൽ പ്രവേശിച്ച് കുറച്ചു കാലത്തിനിടയിൽ തന്നെ ട്രാൻസ്ഫറുകൾ കുറച്ചുണ്ട്. അങ്ങനെ പുതിയ ട്രാൻസ്ഫർ ലഭിച്ച ശേഷം കണ്ണൂരിലെ ഒരു സ്റ്റേഷനിൽ ചാർജ് എടുക്കുന്നു. അവിടെ തന്നെയുള്ള CI ജയശങ്കർ. അവർക്കിടയിലുള്ള ചില പ്രശ്നങ്ങളൊക്കെ പറഞ്ഞുകൊണ്ടാണ് ചിത്രം ആരംഭിക്കുന്നത്. പോലീസ് സ്റ്റേഷൻ, പ്രധാന കഥാപാത്രങ്ങളൊക്കെ പറഞ്ഞ് ഒരു കൊലപാതകവുമായി ബന്ധപ്പെട്ട കാര്യങ്ങളാണ് ചിത്രം പ്രധാനമായി ഫോക്കസ് ചെയ്യുന്നത്. ശേഷം എന്തായാലും കണ്ടു തന്നെ അറിയാം. രണ്ട് കഥാപാത്രങ്ങൾ, അവരുടെ സ്വഭാവം, ആ കാരണം കൊണ്ട് തന്നെ അവരുടെ പ്രൊഫഷണൽ ലൈഫിൽ ഉണ്ടാവുന്ന ചില പ്രശ്നങ്ങൾ, കേസിലേക്ക് ഫോക്കസ് പോകുമ്പോഴും ആദ്യം പറഞ്ഞ കാര്യങ്ങളെ കൂടെ കൃത്യമായി ചേർത്ത് വയ്ക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട് എന്നത് ചിത്രത്തിൻ്റെ മികവ് തന്നെയാണ്. ആസിഫ് അലിയാണ് കാർത്തിക് എന്ന കഥാപാത്രമായിട്ട് എത്തുന്നത്. നല്ല രസമായിട്ട് തന്നെ ആ റോൾ ചെയ്തിട്ടുമുണ്ട്. ഇങ്ങനെ ബിഹേവ് ചെയ്യുന്ന ഇതിനു മുന്നേ ഉള്ള ആസിഫ് അലി തന്നെ ചെയ്ത കഥാപാത്രങ്ങൾ നോക്കിയാലും കാർത്തികിലെത്തുമ്പോൾ ഒരു വ്യത്യസ്തത കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട് എന്നതാണ് ആദ്യത്തെ കാര്യം. ചുരുങ്ങിയ സമയം കൊണ്ട് തന്നെ ആ കഥാപാത്രത്തെ കൃത്യമായി എസ്റ്റാബ്ലിഷ് ചെയ്യാൻ പറ്റുന്നതിൽ പ്രധാന കാര്യമായി നിൽക്കുന്നതും ആസിഫിൻ്റെ പ്രകടനം തന്നെയാണ്. തനിക്ക് ശരിയല്ലെന്ന് തോന്നുന്ന കാര്യങ്ങളോട് പ്രതികരിക്കുമ്പോൾ, തൻ്റെ ശരികളെ മറ്റുള്ളവർ അംഗീകരിക്കാതിരിക്കുമ്പോൾ തുടങ്ങി ഓരോ ഘട്ടത്തിലും ആ നോട്ടം, ബോഡി ലാംഗ്വേജ്, ആസിഫ് എന്ന പെർഫോമറെ കൂടെ തലവനിൽ നന്നായിട്ട് തന്നെ കാണാം. CI ജയശങ്കറായാണ് ബിജുമൻ എത്തുന്നത്. കാർത്തികിനേക്കാൾ സുപ്പീരിയറാണ്. അയാളുടെ ശരികളിൽ നിന്നും മാറി നിൽക്കാത്ത ഒരാളാണ്. മുന്നേയും ബിജുമേനോന്റെ പോലീസ് വേഷങ്ങൾ കണ്ടിട്ടുണ്ടെങ്കിലും ഇവിടെ ജയശങ്കറിലെത്തുമ്പോൾ ആ മാനറിസം ഒക്കെ രസമായി തന്നെ കൊണ്ടുവരാൻ സാധിച്ചിട്ടുണ്ട്. ഒരു പവർ എന്നത് ആ കഥാപാത്രത്തിൽ ഫീൽ ചെയ്യിപ്പിക്കുന്നതിലും വിജയിക്കുന്നുണ്ട്. ഈ രണ്ട് കഥാപാത്രങ്ങളിലൂടെയുള്ള ഒരു യാത്ര കൂടെയാണ് തലവൻ എന്ന സിനിമ. അത് സിനിമയിൽ ഉടനീളം പ്രകടനത്തിൽ രസമായി തന്നെ പോയിട്ടുണ്ട്. രഘു എന്ന കഥാപാത്രമായാണ് കോട്ടയം നസീർ എത്തുന്നത്. ഒരു ഗ്രേ ഷെയ്ഡുള്ള പോലീസ് കഥാപാത്രമാണ്. ഉള്ള സീനുകളിലൊക്കെ ആറ്റിറ്റ്യൂഡ്, മൈന്യൂട്ട് എക്സ്പ്രഷൻസ് ഒക്കെ ആയി നന്നായി തന്നെ ചെയ്തിട്ടുണ്ട്. DYSP ഉദയഭാനു എത്തുന്ന ദിലീഷ് പോത്തനും നല്ല പ്രകടനം തന്നെയായിരുന്നു. മിയ, അനുശ്രീ എന്നിവരാണ് നായികാ വേഷങ്ങളിലെത്തുന്നത്. സ്പേസ് കുറവാണെങ്കിലും കഥയിൽ പ്രാധാന്യമുള്ള വേഷത്തിൽ തന്നെയാണ്. ജാഫർ ഇടുക്കി, രഞ്ജിത്ത്, ശങ്കർ രാമകൃഷ്ണൻ, സാബുമോൻ, സുജിത് ശങ്കർ തുടങ്ങി ഒട്ടേറെ പേർ സിനിമയിൽ പ്രാധാന്യമുള്ള വേഷങ്ങളിൽ എത്തിയിട്ടുണ്ട്. സാബുമോൻ്റെ ഡയലോഗ് ഡെലിവറി ഒട്ടും കൺവിൻസിംഗ് ആയി അനുഭവപ്പെട്ടില്ല സിനിമയിൽ. പിന്നെ ചിത്രത്തിലൊരു പ്രധാന കഥാപാത്രമുണ്ട്. ആരാണ് എന്നത് ചിലപ്പോൾ ഞാൻ പറഞ്ഞാൽ സ്പോയിലർ ആയേക്കാമെന്നല്ല, ഞാൻ ഇപ്പോൾ പറയുന്നില്ല. ആ സീക്വൻസ് സിനിമയെ സംബന്ധിച്ച് വളരെ പ്രധാനപ്പെട്ടതാണ്. പ്രകടനത്തിൽ അത് കിടിലനായി തന്നെ ചെയ്തിട്ടുണ്ട്. കാണുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും. ടെക്നിക്കൽ സൈഡിൽ സിനിമയുടെ മൂഡ് ലിഫ്റ്റ് ചെയ്യുന്നതിൽ പ്രധാന ഘടകമായി വന്നിട്ടുള്ളത് പശ്ചാത്തല സംഗീതം തന്നെയാണ്. ഒരു ത്രില്ലിംഗ് ഫീൽ ഉടനീളം സമ്മാനിക്കുന്നുമുണ്ട്. അതുപോലെ ഇടയ്ക്ക് ഇങ്ങനെ ടെൻഷൻ കൊണ്ടുവരുന്ന ഒരു ക്യൂരിയോസിറ്റി സമ്മാനിക്കുന്ന കാര്യങ്ങളൊക്കെ വരുന്നുണ്ട്. ക്യാമറ ആംഗിൾ, എഡിറ്റിംഗ് ഒക്കെ അവിടെ കൊള്ളാമായിരുന്നു. ശരൺ വേലായുധൻ ഛായാഗ്രഹണം നിർവഹിച്ച ചിത്രത്തിൻ്റെ എഡിറ്റിംഗ് സൂരജ് ES, സംഗീതം ദീപക് ദേവ് എന്നിവരാണ് കൈകാര്യം ചെയ്തത്. ആനന്ദ് തേവർക്കാട്ട്, ശരത് പെരുമ്പാവൂർ എന്നിവർ ചേർന്നാണ് ചിത്രത്തിൻ്റെ കഥ, തിരക്കഥ നിർവഹിച്ചിരിക്കുന്നത്. എന്താണ് എന്നറിയാനുള്ള ഒരു ആകാംക്ഷ ഉടനീളം സമ്മാനിക്കാൻ ചിത്രത്തിന് സാധിക്കുന്നുണ്ട്. ഒന്നിൽ നിന്നും അടുത്തതിലേക്ക് അവിടെ നേരിടുന്ന പുതിയ പ്രതിസന്ധികൾ എന്നത് ഭൂരിപക്ഷം സ്ഥലത്തും നല്ല രീതിയിൽ തന്നെ വർക്കായിട്ടുണ്ട്. ചുരുക്കം ചിലയിടങ്ങളിൽ ഗ്രാഫ് ഒന്ന് താഴുന്നുണ്ട്. പക്ഷെ അത് വലിയ പ്രശ്നമില്ല എന്നാണ് എൻ്റെ പക്ഷം. കഥാപരമായി നോക്കിയാൽ സിമിലർ പരിപാടികളൊക്കെ മലയാള സിനിമയിൽ മുന്നേയും കണ്ടിട്ടുണ്ട്. ഇവിടെ എത്തുമ്പോൾ രണ്ട് കഥാപാത്രങ്ങളെയും അവർക്കിടയിലെ പ്രശ്നങ്ങളെ കൂടെ ബ്ലെൻഡ് ചെയ്ത് നല്ല രീതിയിൽ മേക്ക് ചെയ്യാൻ ജിസോയ്ക്ക് സാധിച്ചിട്ടുണ്ട്. ഒരു ഘട്ടത്തിൽ പോലും സിനിമയിൽ നിന്നും ഡിറ്റാച്ച് ചെയ്ത് പോകേണ്ടുന്ന സാഹചര്യം പ്രേക്ഷകർക്ക് ഇല്ല എന്നുകൂടെ പറയാം. പോലീസുകാരുടെ ജീവിതത്തെക്കുറിച്ചുകൂടെ കുറച്ച് പറഞ്ഞു വെക്കുന്നുണ്ട് തലവൻ എന്ന സിനിമ. അത് കൊള്ളാമായിരുന്നു. അവർക്കിടയിലെ പ്രശ്നങ്ങൾ, അധികാരം, അതിൻ്റെ വിവിധ തലങ്ങളൊക്കെയായി ഈ കഥാപാത്രങ്ങളിലൂടെയുള്ളൊരു യാത്രയും ആ ലെയറിൽ തലവനിൽ ശക്തമാണ്. ചുരുക്കി പറഞ്ഞാൽ തലവൻ ഒരു ഡീസൻറ്റ് വാച്ചാണ്. ക്രൈം ഇൻവെസ്റ്റിഗേഷനാണ് ഇവിടെ പ്രമേയമായിട്ട് വരുന്നത്. നമ്മൾ സിനിമ എടുക്കുന്ന സമയത്ത് ആരാണ് കുറ്റവാളി എന്നതിലേക്കുള്ള ആ യാത്രയും മികച്ച പ്രകടനങ്ങളും തന്നെയാണ് സിനിമയുടെ നെടുംതൂണായി നിൽക്കുന്നതും. എനിക്ക് സിനിമ വർക്കായി, അതുകൊണ്ട് തന്നെ റെക്കമെൻഡ് ചെയ്യുന്നു. നിങ്ങളും സിനിമ കണ്ടിട്ടുണ്ടെങ്കിൽ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ പങ്കുവെക്കുന്നു വരുന്നു. അപ്പോൾ മറ്റൊരു സിനിമയുടെ വിശേഷങ്ങളുമായി നമുക്ക് വീണ്ടും കാണാം. അതുവരേക്കും ടേക്ക് കെയർ, ബൈ ബൈ.